ഇതുപോലുള്ള പഴയ ചൂലുകളിഞ്ഞി ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, ചെയ്ത് നോക്കുക. വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു പിന്ന് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അല്ലേ. പേപ്പർ പിന്ന് നമ്മൾ ഫയലുകളൊക്കെ സൂക്ഷിക്കുമ്പോൾ പേപ്പറുകൾ വിട്ടുപോകാണ്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലുള്ള വളകളും കൈച്ചേനും ഒക്കെ സ്വർണത്തിൻ്റെ ആകട്ടെ വെള്ളിയുടെ ആകട്ടെ എന്താണെങ്കിലും നമുക്ക് ഒരാളെ സഹായം ഇല്ലാതെ നമുക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ ഈ ഒരു പിന്നെടുത്ത് ഇതുപോലെ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു പിന്ന് ആ ഒരു കുളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പിന്ന് മേളിലോട്ടാക്കി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക. നമുക്കിപ്പോൾ കൈച്ചേനിൽ പല മോഡൽ നമുക്ക് കുളത്തുകൾ വരാറുണ്ട്. ഏതൊരു മോഡൽ കുളത്തും ആകട്ടെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് വെച്ചതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ആ കുളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മോഡലാകട്ടെ മറ്റേ ഏതൊരു മോഡൽ കുളത്താണെങ്കിലും നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും, ആരുടെ സഹായമില്ലാതെ കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ സെല്ല് ടാപ്പ് ഇതുപോലെ ഒട്ടിപ്പോകാതിരിക്കാൻ പല വിധ ടിപ്പുകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുരുമ്പും പിടിക്കില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സെല്ലോ ടാപ്പ് എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് വെക്കാനും സഹായിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ മസാലകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വളരെ കുറവായിരിക്കും അല്ലേ. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഈ ഒരു പിന്ന് കൊണ്ട് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കിയൊക്കെ ഒട്ടിച്ച് അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. ഈ പിന്നെ എന്തായാലും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സേഫായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലോ ഗുണമോ ഒന്നും കുറവില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു മസാലയാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് പച്ചമുളകാകട്ടെ എന്താണെങ്കിലും ഇതുപോലെ ഒരു കവറിലിട്ടതിന് ശേഷം ഈ ഒരു പിന്ന് കൊണ്ട് ഇതുപോലെ കൊളുത്തി നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്പേസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. ഒരു ദിവസത്തേക്കുള്ള കറിവേപ്പില അങ്ങനെയൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡോർ അടക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് 2 പിന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. രണ്ടാക്കി ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കുക. 2 എണ്ണം വെക്കുന്നത് ചെറിയ പിന്നായതുകൊണ്ടാണ്. വലിയ പിന്നാണെങ്കിൽ നമുക്ക് ഒരു പിന്നിൽ തന്നെ നമുക്ക് നമ്മളുടെ ഫോൺ സ്റ്റാൻഡ് റെഡിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെസിപ്പി ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ ഓണാക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ. ഇപ്പം വെക്കേഷൻ ടൈമിലൊക്കെ ഇനി ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഫോൺ സ്റ്റാൻഡ് നോക്കുമ്പോൾ അത് കാണില്ല, കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതുപോലുള്ള ജീൻസിൻ്റെ ഈ സിബ് തുറന്നു പോകുന്നതിനും അതുപോലെ ആ ഒരു ജീൻസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഹുക്ക് ഇല്ലെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കാനായിട്ട് ഇതുപോലെ തുറന്നു പോകാണ്ടിരിക്കാൻ. ചിലവർക്ക് തടിയൊക്കെ കൂടിക്കഴിയുമ്പോൾ ഈ സിബ് ഇങ്ങനെ തുറന്നു പോകണ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കൊളുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ അത് അവിടെ ഇരുന്നോളും, യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ആ ഒരു ബട്ടൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും. അതിൻ്റെ മേളിലേക്ക് ഒരു പിന്നും കൂടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കത് പിടിപ്പിക്കാൻ സമയമില്ല, ഒരു ബട്ടണൊക്കെ പോയി കഴിഞ്ഞ് പിടിപ്പിക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിബ് തുറന്നു പോകുന്നതിന് ഈ ഒരു പിന്നിലേക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു ബട്ടണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ ബട്ടൺ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ ആ സിബ് തുറന്നു പോകുന്ന ബുദ്ധിമുട്ടും വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ചിലപ്പോൾ യൂണിഫോമിൻ്റെ ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ പറ്റാറുണ്ട് കുട്ടികൾ. അപ്പോൾ നമുക്കത് തുന്നി കൊടുക്കാനൊന്നും സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ബാഗിൽ നമ്മളുടെ താക്കോൽ ഇട്ടാൽ എവിടെ വെച്ചാലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും തപ്പി മടുക്കും.
അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പിന്ന് കുത്തി നമ്മൾ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ അതിരിക്കും. പക്ഷേ അത് പിന്നീട് നമ്മളുടെ ബാഗിന് ആ ഒരു തുണി വലിഞ്ഞു പോകാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് താക്കോലിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഉള്ളിലുള്ള സിബിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ താക്കോൽ ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സിബ് തുറക്കുന്നതിനോ അടക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നല്ല സേഫായിട്ട് ഇരുന്നോളും, നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ബാഗിൻ്റെ സിബിൻ്റെ ആ ഒരു കൊളുത്ത ഭാഗം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ആ ഒരു പിന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളുടെ ബാഗ് അടക്കാനും തുറക്കാനൊക്കെ സാധിക്കുന്ന, നമ്മളുടെ ഹാൻഡ് ബാഗിലല്ല നമ്മളുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട്. ഇനി നമ്മൾ ബാഗിലൊക്കെ നമ്മൾ ഇയർഫോണോ അല്ലെങ്കിൽ ഇതുപോലെ കോഡൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് എന്താണ് പറയുക, ചുറ്റി പല സാധനങ്ങളിലും പിടിക്കാനും അങ്ങനെയൊക്കെ, അത് അല്ലെങ്കിൽ നമ്മൾ ഒതുക്കി പറക്കി ഇങ്ങനെ വെച്ചാലും അതിങ്ങനെ അഴിഞ്ഞു വരികയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വീട്ടിൽ തന്നെ വെക്കുകയാണെങ്കിൽ, ബാഗിൽ കൊണ്ടുപോയില്ലെങ്കിലും. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡിൽ ഇതുപോലെ ആ ഒരു പിന്നിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സേഫായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് യാത്രകൾ പോകുമ്പോഴും കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ഒതുക്കി നല്ല രീതിയിൽ സേഫായിട്ട് ഭംഗിക്ക് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ ഒടിഞ്ഞു പോവുകയോ ഒന്നുമില്ല. അടുത്തതായിട്ട് നമ്മളുടെ ഈ കാലത്ത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ബസ്സിൽ പോയി കഴിയുമ്പോൾ നമ്മളെ ബാഗിൽ പല സാധനങ്ങളും നഷ്ടപ്പെടാറുണ്ട് അല്ലേ. നമ്മൾ കുട്ടികളെ ബാഗിൽ കൂടി നമ്മൾ ഇപ്പോൾ സേഫ് അല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഈ ഒരു പിന്നി ഇതുപോലെ നമ്മളുടെ രണ്ട് സിബിലും കൂടി ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇത് തുറന്നെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് തുറക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ നമ്മളത് അറിയുകയും ചെയ്യും, അത്രയും സൂക്ഷ്മമായിട്ട് ഇത് തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ലെങ്കിലും മറ്റുള്ള നമ്മളുടെ ബാക്കിലുള്ളവരൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു പിന്ന് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ. അപ്പോൾ ഇക്കാലത്ത് ഈ സമയങ്ങളിൽ നമ്മളുടെ കുട്ടികളെ ബാഗിലാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഹാങ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ രണ്ടെണ്ണം കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ ആ ഒരു കുളത്ത്. അടുത്തതായിട്ട് നമ്മൾ ഫോണിൽ നമ്മൾ പിന്ന് നമ്മൾ മെമ്മറി കാർഡോ അല്ലെങ്കിൽ സിമ്മോ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു പിന്ന് നമ്മൾ ചില സമയങ്ങളിൽ മിസ്സായി പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പിന്ന് ഇതുപോലെ നിവർത്തിയതിന് ശേഷം അതിൻ്റെ ഒരു തുമ്പ് ഭാഗം കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ മെമ്മറി കാർഡും അതുപോലെ തന്നെ സിമ്മൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ആ ഒരു പിന്ന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെച്ച സ്ഥലം മറക്കുക അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ സേഫ്റ്റി പിന്ന് കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ സ്ക്രാച്ചൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് ചെയ്താൽ മറ്റേ ആ ഒരു ഫോണിൻ്റെ പിന്ന് കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ചീത്തായി പോയ ചൂല് കളയേണ്ട യാതൊരു കാര്യവും ഇല്ല. നമ്മളിപ്പോൾ ഇതുപോലുള്ള ചൂലുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അകം അടിച്ചു വാരാനാണെങ്കിലും പുറം അടിച്ചു വാരാനാണെങ്കിലും നമ്മൾ ഇതുപോലെ, പക്ഷെ പെട്ടെന്ന് അത് ചീത്തായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളം, അത് നേരിയ ഉപ്പിട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് നേരിയ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടി തിളക്കണം. അതിനുശേഷം നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഒരു ചീപ്പ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ആ ഒരു ചുരുണ്ടിരിക്കുന്ന ഭാഗങ്ങളിലെ
ആദ്യം തന്നെ നിങ്ങൾ ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കെട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ചീകിയതിന് ശേഷം നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ കെട്ടൊക്കെ കുടുങ്ങി ഇങ്ങനെ ഇതായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചീകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇല്ല അധികമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചീപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ. വെള്ളത്തിൻ്റെ ചൂട് ഫുള്ള് പോകണമെന്നില്ല, ഒരു 5 മിനിറ്റ് ഇത് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ചൂല് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ചൂലൊക്കെ വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. ചീത്തായിരിക്കുന്ന ചൂലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ചൂല് കൊണ്ട്, ചീത്തായി പോയ ചൂല് കൊണ്ട് പല ടിപ്സുകളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഞാനതൊന്നും കാണിക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആകും. അപ്പം നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ ആ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വെറുതെ കളയൊന്നും വേണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ പിന്നെ മേടിച്ചിട്ടുള്ള ആ ഒരു യൂസൊക്കെ നിങ്ങൾ കണ്ടില്ല, അടിപൊളിയല്ലേ. ഇത് നോക്കിക്കേ എത്രത്തോളം ഇത് പുതിയതായിട്ട് കിട്ടിയെന്ന് നിങ്ങൾ നോക്കിക്കേ. നമുക്കിത് അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ടിപ്സുകളും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സുകളാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയേക്കുന്നത്. മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.